ഓരോ ദിവസം എന്ത് ഫുഡ് ഉണ്ടാക്കണം, എന്തൊക്കെ ഗ്രോസറി വാങ്ങണം എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അമ്മയൊക്കെ വീട്ടിലിരിക്കുമ്പം ചോദിക്കും, നാളെ എന്താ വേണ്ടേ? ഞാനൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ആക്കിക്കോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു ബിരിയാണി ട്രയൽ നടത്താന്നുള്ള ഉദ്ദേശത്തിൽ ഗ്രാമ്പൂവും ഏലക്കയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പച്ചമുളക് തീർന്നിരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ പച്ചമുളകിൻ്റെ കാര്യമേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ മറന്നുപോയി. ഇവിടെ നിന്ന് എനിക്ക് പ്രിയയുടെ അച്ചാറ് കിട്ടി. അതുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. ചെറുതൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത്. ഞാനിപ്രാവശ്യം 5 കിലോന്റെ ബസ്മതി റൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റൈസ് അങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. എന്റെ വെജിറ്റബിൾസ് ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. പക്ഷേ ഇവിടുന്ന് അത്യാവശ്യം എൻ്റെ സംഭവത്തിന് ലഗേജ് ഉള്ളത് കൊണ്ട് 2 കവറും ഉണ്ടായിരുന്നു. എൻ്റെ ബാഗിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നല്ല ലഗേജ് ആയിരുന്നു. അപ്പം ഞാൻ പോകാറുള്ള സ്ഥിരം സ്ഥലത്ത് പോയിട്ടാണ് ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അത് യൂറോസ്പിന്നാണ്. പിന്നെ ഇന്ന് എന്താ ബസ്സിനും മെട്രോയ്ക്കൊക്കെ പറ്റിയെന്നറിയില്ല. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ ബസ്സും അല്ലെങ്കിൽ മെട്രോ ഒക്കെ വരുന്നത്. കുറേ വെയിറ്റിംഗ് ടൈം ഉണ്ടായി. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് എങ്ങനെ തീർന്ന് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. പല സാധനങ്ങൾ അവിടെ ഉണ്ട്, എന്നാലും എനിക്ക് വാങ്ങാൻ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും നോ ഐഡിയ അറ്റ് ആൾ. സ്ട്രോബെറി കെട്ടി ചാടിയിട്ടുണ്ട്, ഓറഞ്ച് കെട്ടി ചാടിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, എൻ്റെ 6 ചിക്കൻ ലെഗ് പീസ് വരെ എനിക്ക് ഓർമ്മയില്ലാണ്ട് ബോധമില്ലാണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ അത് സ്പോയിലായി, എടുത്ത് കളയേണ്ടി വന്നു. വിചാരിച്ചതിലും ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തിയത്. ഒരു 3 മണിയൊക്കെയായി തിരിച്ച് വീടെത്താൻ. ഈ ഷോപ്പിങ്ങിന് പോകുന്നതല്ല, വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കിപ്പെറുക്കി വെക്കുന്നതാണ് ടാസ്ക്. പിന്നെ ഓൾറെഡി വെച്ച ഫുഡൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉച്ചക്കത്തേക്കൊന്നും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. വൈകുന്നേരം പുറത്തു പോകണമെന്ന് വിചാരിച്ചെങ്കിലും ഈ ഇത്രയും അലഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ മടിയായി. എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ വൈകാണ്ട് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ടിപ്പ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഈ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണ് നമുക്കിവിടെ കിട്ടുക. സോ സ്കിന്ന് റിമൂവ് ചെയ്യാൻ ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് സ്കിന്ന് ഇളകിയിട്ട് വരും. എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ രാത്രിയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അമ്മേനെയും വിളിക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് ജർമ്മനിയിലുള്ള എൻ്റെ സ്കൂൾ ഫ്രണ്ട് ശ്വേതയാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ഒരു 3 മണിക്കൂറോളം എടുത്തു ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 2 ചിക്കൻ ലെഗ് പീസ് അടിച്ച് മാറ്റിയിട്ട് ഈ ബാർബിക്യൂ സോസൊക്കെ ഒഴിച്ചിട്ട് ഒരു സംഭവം കൂടി ആക്കി. എന്തായാലും കൊള്ളാം. ഞാനൊന്നും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാനൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. എന്തായാലും എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോക്ലേറ്റും കഴിച്ച് മൂവിയും കണ്ട് ഒരു വീക്കെൻഡും കൂടെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഹാപ്പി ടമ്മി ഹാപ്പി മീ. ടാറ്റാ, സീ യു ഗൈസ്.